guys, welcome to my YouTube channel. It's me, Rekma. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് ഉരുളിയിലൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് മിക്സിയിലൊക്കെയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അമ്മമാർക്കൊക്കെ നല്ലപോലെ അറിയുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? അരിയുണ്ട. അപ്പോൾ അരിയുണ്ട എൻ്റെ കുട്ടിക്കാലത്തല്ല എന്ന് വെച്ചാൽ അമ്മയൊക്കെ ഉരുളിയിലൊക്കെയാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതും നമ്മുടെ കട്ടൻ ചായ കൊണ്ട്, പിന്നെ വേറെ ഒന്നും വേണ്ട, കട്ടൻ ചായയാണ് ഇത് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഞാനിന്ന് മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്നാൽ ഉരുളൊന്നും ഉണ്ടാകാറില്ല വീടുകളിൽ. അപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ ഈ ഒരു ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് പണ്ട് കാലത്ത് നമുക്ക് അമ്മയാണ് തയ്യാറാക്കിയിട്ടെല്ലാം മുന്നിൽ വെച്ചേർത്ത്. പക്ഷെ നമ്മൾ തനിച്ചൊക്കെ താമസിക്കുന്ന സമയത്ത്, എന്താ പറയുക, നാട്ടിലൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു അരിയുണ്ട തിന്നണം എന്നൊക്കെ ആഗ്രഹം വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ സ്വയം എന്താ പറയുക ഉണ്ടാക്കി നോക്കണം, അമ്മയോടൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയാണ്, അമ്മയോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഇത് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ പല രീതിയിൽ നമ്മളിത് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പം ശർക്കര പാനിയിലായാലും അങ്ങനെയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കടിക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കട്ടൻ ചായക്കൊക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ പിന്നെ പുതുതായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ? വാ. അപ്പം ഞാനിത് ആദ്യം തന്നെ മട്ടയരി നല്ല പോലെ കഴുകി എടുത്തിട്ട് അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് കുറച്ച് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. മട്ട അരി തന്നെ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു ബൗളിൻ്റെ കുറച്ചാണ് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മുടെ വെള്ളമൊക്കെ വാർന്നിട്ട് ഡ്രൈ ആയ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കാതെ നോക്കണം, കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് നോക്കുക, നല്ല പോലെ തവി എടുത്തിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നല്ല പോലെ കളർ ചേഞ്ച് ആവണം. അതുവരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ മട്ട അരി ആകുമ്പോൾ കുറച്ചും കൂടി സ്വാദുണ്ടാകും. വേറെ അരി വെച്ചിട്ടൊക്കെ ചെയ്യും, പക്ഷേ മട്ട അരിയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടി ബ്രൗൺ കളർ ആകണം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് ഞാനങ്ങനെ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം, തണുത്തതിന് ശേഷമാണ് മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മളെ അരി ചൂടാറുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്യൂ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ സെയിം പാനിൽ തന്നെ ഞാൻ കാഷ്യൂ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ആ പച്ചപ്പൊന്ന് മാറിയിട്ട് ചെറിയൊരു ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇതാ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചൂടാറിയ അരി നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം, നല്ല പോലെ പൊടിയണം. നല്ല തിന്നായിട്ടുള്ള പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇതാ എല്ലാം കൂടി ഞാനൊന്ന് മിക്സിയുടെ ജാറിന്, ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, പൊടിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് നമുക്ക് അടിച്ചിട്ട് വരാം, ഒന്ന് കറക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ അങ്ങനെ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ചില സൈഡിലൊക്കെ അരി ഇതേപോലെ തന്നെ ഉണ്ട്, വറുത്ത പോലെ തന്നെ. നമ്മൾ ഇനി ശർക്കര കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ശരിയായിക്കോളും. അപ്പോൾ മുഴുവനായിട്ട് ശർക്കര ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ശർക്കര കൂടിയിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയ്യാണ് ഓപ്പൺ ചെയ്യുന്നത്, കാരണം പൊടി ആയതുകൊണ്ട് ഫുള്ള് നമ്മുടെ ഇവിടെ തറയിലൊക്കെ ആകും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം പൊടിച്ചെടുത്തത് വലിയ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതാകുമ്പോൾ നമുക്കിനി തേങ്ങ കൂടി ഇടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വലിയ മിക്സിയാണ് നല്ലത്. നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കേണ്ട കാര്യങ്ങളെല്ലാം പൊടിച്ചെടുത്തു ചെറിയ മിക്സിക്കകത്ത് നിന്ന്. വേണമെങ്കിൽ ആദ്യം തന്നെ വലിയ മിക്സി യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി നല്ല എന്താ പറയുക, ചെറിയ മിക്സി ആകുമ്പോൾ നല്ലോണം കറങ്ങി കിട്ടും. ഇനി ഇതിലേക്ക് ഇതാ ഏലക്ക 2 ഇട്ട് കൊടുത്ത്, പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, കാഷ്യൂ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുകൂടി കാഷ്യൂ ഇതിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഫുള്ളായിട്ട് തേങ്ങേൻ്റെ ഒപ്പം തന്നെ അടിക്കാമായിരുന്നു, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഇതാ അങ്ങനെ കാഷ്യൂ കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അടിച്ച് നമ്മുടെ മിക്സി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ആദ്യം ഒന്ന് അരി ഒന്ന് ജസ്റ്റ് പൊടിക്കുക, അതിനുശേഷം ജാഗരി ഒന്ന് പൊടിച്ചെടുക്കുക, പിന്നെ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഞാനിവിടെ ഈ ഒരു അരിയുണ്ട ആക്കുന്നത്, ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ശർക്കര പാനിയിലാണെങ്കിൽ കുറച്ചും കൂടി കളറും ഉണ്ടാവും, അതേപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് കൂടുതലായിരിക്കും. ശർക്കരയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശർക്കര പാനിയിലാക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ഉണ്ടാകും. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തത് കുറച്ച് കടിക്കുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ചെയ്തത്. ഇനി അടുത്ത നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതേപോലെ തന്നെ പൊടിക്കാതെ ശർക്കര പാനിയിൽ കൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ മറ്റൊരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.